നമ്മൾ ഇന്ന് കാത്തു നിൽക്കുന്ന ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദിന്റെ വയല് അത് പറയാൻ വേണ്ടി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ തങ്ങൾ ഉസ്താദ് അവറുകൾ, അതുപോലെ നമ്മുടെ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മുതഅല്ലിമീങ്ങൾ, മറ്റു നാട്ടുകാരായ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എല്ലാ മാസവും നടന്നു വരാറുള്ള ബഹുമാനപ്പെട്ട കുഞ്ചിലം തങ്ങൾ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാസാന്ത സ്വലാത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവസാന വർഷം ഹജ്ജത്തുൽ വദാഇന്റെ അറഫ പ്രസംഗത്തിൽ വെച്ച് അവിടുന്ന് ഒരു ആയത്ത് ഓതുകയാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. പരിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് കൂടിയാണ് അത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതമായ ഇസ്ലാം മതത്തെ ഞാൻ പൂർത്തീകരിച്ചു തന്നു. എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഞാൻ ധാരാളമായി ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. അതും പരിപൂർണമായി നിങ്ങൾക്ക് ഞാൻ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ അംഗീകരിച്ചു, പൊരുത്തപ്പെട്ടു എന്ന് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. എന്താണ് ഇസ്ലാം മതത്തെ, ദീനിനെ പൂർത്തീകരിച്ചു തന്നു എന്നതിന്റെ അർത്ഥം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധകരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ആഗതമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ വയസ്സിലാണ് നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത്. ആ നുബുവത്ത് ലഭിച്ചതിന് ശേഷമാണ്, ആ നുബുവത്ത് ലഭിച്ചത് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച സമയത്ത് 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും, 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച പലരും
40 വയസ്സ് വരെ തങ്ങളുടെ സ്വത്തുക്കളെയും തങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നബി തങ്ങളോട് ഏൽപ്പിച്ച പലരും 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വാതോരാതെ പ്രശംസിച്ച പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചത് മുതൽ അവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അകലുകയാണ്. അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച നാവുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സാഹിർ എന്ന് വരെ വിശേഷിപ്പിക്കുകയാണ്. അഥവാ കൂടോത്രം ചെയ്യുന്ന ആള്, മാട്ടം ചെയ്യുന്ന ആള് എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ പ്രബോധനം തുടങ്ങി. ഒരുപാട് കഷ്ടവും യാതനയും മക്കത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കേണ്ടി വന്നു. ആ കഷ്ടം സഹിക്കാൻ വയ്യാതെയാണ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത്. ആ ഹിജ്റക്ക് ശേഷം ഓരോ ദിവസവും ഓരോ നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ നമ്മൾ ഹിജ്റ വന്ന ജനിച്ചു വളർന്ന മക്ക എന്ന നാട്, അവിടെയാണല്ലോ അള്ളാഹുവിന്റെ ഭവനമായ കഅബ ഷരീഫ് ഉള്ളത്. ആ കഅബ ഷരീഫിൽ ഒന്ന് പോയി ആരാധന ചെയ്യണം, കഅബ ഷരീഫിന് തവാഫ് ചെയ്യണം, അവിടെ ഹജ്ജ് ചെയ്യണം, അവിടെ ഉംറ ചെയ്യണം എന്ന ആഗ്രഹം കഅബയുടെ എത്രയോ കിലോമീറ്ററുകൾ ദൂരമുള്ള നാടുകളായ നമുക്ക് പോലും ആഗ്രഹമുണ്ടെങ്കിൽ ആ കഅബയുടെ ചുറ്റും ജനിച്ചു വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാകും. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കത്ത് തിരിച്ചു പോയി ഹജ്ജ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഉംറ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. സാഹചര്യം അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അവസാനം ഹജ്ജത്തുൽ വദാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് ഏകദേശം 3 മാസം മുമ്പുള്ള ഒരു ഹജ്ജ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വ്യാപനത്തിന് ശേഷം ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ, ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തെ കാര്യമായ ഹജ്ജ് എന്ന കർമ്മം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ വെച്ച് നടക്കുന്നത്. അതുകൊണ്ടാണ് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ മതമായ ഇസ്ലാമിനെ നമ്മൾ പരിപൂർണമായി പൂർത്തീകരിച്ചു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കാനുള്ള കാരണം. മാത്രമല്ല വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം മതത്തെ പരിപൂർണമായി ഞാൻ പൊരുത്തപ്പെട്ടു. അപ്പൊ ഇസ്ലാം അല്ലാതെ പല മതങ്ങളും ഉണ്ടോ? ഇസ്ലാം അല്ലാതെയും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതമുണ്ടോ എന്നായിരിക്കും നമ്മുടെയൊക്കെ ചോദ്യം. ഇല്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം എന്നാൽ എന്താണ് അർത്ഥം? ഇസ്ലാം എന്നാൽ അതിന്റെ ലഫ്ള് അർത്ഥം സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു എന്തെങ്കിലും പറഞ്ഞോ അത് സമ്മതിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളെ കുറിച്ച് നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതും സമ്മതിച്ചു കൊടുക്കുക. വമാ യൻതിഖു അനിൽ ഹവാ ഇല്ലാ വഹ്യുൻ യൂഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായ ഇഷ്ടപ്രകാരം ഒന്നും ഈ ലോകത്തോട് പറഞ്ഞിട്ടില്ല. സ്വന്തമായ ഇഷ്ടപ്രകാരം ഒന്നും നമ്മോട് കൽപ്പിച്ചിട്ടില്ല.
സ്വന്തമായ ഇഷ്ടപ്രകാരം ഒന്നും നമ്മോട് വിരോധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്ന് നമ്മോട് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ, വമാ യന്തിഖു അനിൽ ഹവാ ഇല്ലാ വഹ്യുൻ യൂഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന വന്ന വഹ്യ് കൊണ്ടല്ലാതെ ഒരു കാര്യവും തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തമായ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലാഹുവോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ കാരണം അന്വേഷിക്കാതെ എന്തിനാണ് അത് ചെയ്യേണ്ടത്, എന്തിനാണ് നിസ്കരിക്കേണ്ടത്, എന്തിനാണ് നോമ്പ് നോൽക്കേണ്ടത്, എന്തിനാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എന്തിനാണ് സകാത്ത് കൊടുക്കേണ്ടത്, എന്തിനാണ് മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് എന്തിനാണ് എന്ന കാരണം അന്വേഷിക്കാതെ അത് അല്ലാഹു പഠിപ്പിച്ചതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന ഒരു ബോധം കൊണ്ട്, എന്ന ഒരു ആവശ്യം കൊണ്ട്, അല്ലാഹുവിന് വഴിപ്പെടുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രം അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ മറു ചോദ്യങ്ങളില്ല, അവിടെ എന്തിനാണ് എന്ന ചോദ്യങ്ങൾ ഇല്ല. മഹാന്മാര് പാടുന്നത് കാണാം, ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ സിവാ നളരിൽ ജലീലി ഫദാ മുനാഹും വഹാദാ മഖ്സദുൽ ഖൗമിൽ കിറാമ. പലരും അല്ലാഹുവിനെ ആരാധിക്കുന്നത് കുല്ലുഹും യഅ്ബുദുക മിൻ ഖൗഫിനാരി, പലരും അല്ലാഹുവിനെ ആരാധിക്കുന്നത് അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ചുകൊണ്ടാണ്. ഞാനെങ്ങാലും നരകത്തിലേക്ക് പോകുമോ, എന്റെ പ്രവർത്തനം കൊണ്ട് എന്നെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന പേടി കൊണ്ടാണ് പലരും അല്ലാഹുവിനെ ആരാധിക്കുന്നത്. മാത്രമല്ല ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ആ അടിമകൾ അവർ കരുതുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്കെങ്കിലും എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് പല അടിമകളും കരുതുന്നത്. മാത്രമല്ല അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം, അല്ലാഹു അവന്റെ സൽഗുണരായ അടിമകൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ എനിക്കൊന്ന് കടന്നു കിട്ടണം, ആ സ്വർഗത്തിൽ എനിക്കൊന്ന് പ്രവേശിക്കണം, സ്വർഗം എങ്ങനെയാണെന്ന് അറിയണം, സ്വർഗം എനിക്ക് അനുഭവിക്കണം എന്ന പല ഉദ്ദേശം കൊണ്ടായിരിക്കും അല്ലാഹുവിനിക്ക് പല അടിമകളും ആരാധന ചെയ്യുന്നത്. പക്ഷേ ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി, അവരുടെ ഉദ്ദേശം സ്വർഗമല്ല, അവരുടെ ഉദ്ദേശം നരകമല്ല. അല്ലാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കൾ അവർ ഒരിക്കലും സ്വർഗത്തെ ആഗ്രഹിക്കുന്നവർ അല്ല, അവർ ഒരിക്കലും നരകത്തെ പേടിക്കുന്നവരും അല്ല. മറിച്ച് അവരുടെ ഒരൊറ്റ ഉദ്ദേശം സിവാനലരിൽ ജലീൽ, എനിക്കെങ്ങനെയെങ്കിലും അല്ലാഹുവിനെ കാണണം, എന്നെ സൃഷ്ടിച്ച എന്റെ സ്രഷ്ടാവായ അല്ലാഹുവിനെ എനിക്കൊന്ന് കണ്ടുമുട്ടണം. ആ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അതല്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഈ ഭൂമിയിൽ നിർവാഹമില്ല. അതുകൊണ്ടാണ് അവർ സ്വർഗത്തിലേക്ക് പോവാനുള്ള, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നല്ലതായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തത്, അല്ലാതെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടല്ല. മറിച്ച് അല്ലാഹുവിന്റെ ലിഖാ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അവർ അല്ലാഹുവിനിക്ക് വേണ്ടി ആരാധന ചെയ്തത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിപൂർണമായി അനുസരിക്കുന്നതിനെ കുറിച്ചാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ് നേരത്തെ പറഞ്ഞ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയ ആയത്തിൽ ഉള്ളത്. അപ്പൊ ഹിജ്റ ഏകദേശം 10-11 വർഷം ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്നു. പിന്നെ എപ്പോഴാണ് ഇസ്ലാം തുടങ്ങിയത്?
ഇസ്ലാമിന്റെ പൂർത്തീകരണം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടന്നു. ഇനി ഒരു കാര്യവും ഇസ്ലാമിലേക്ക് പുതിയതായി ചേർക്കാനില്ല, പുതിയ ഒരു നിയമം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനില്ല, പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ പുതിയ ഒരു പദ്ധതി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനില്ല. ഇസ്ലാമിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. പിന്നെയുള്ളത് മഹാന്മാരായ ഇമാമിങ്ങളും ഔലിയാക്കളും ആ ഇസ്ലാം എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്, അതിനെ വിശദീകരിക്കുക, അതിനെ ഇജ്തിഹാദ് ചെയ്ത് അതിന്റെ നിയമങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം. നമുക്കൊരിക്കലും ഇസ്ലാമിനെ പുതുക്കാനോ പുതിയ രീതികൾ കൊണ്ടുവരാനോ ഉള്ള അവകാശം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ ഉള്ളത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഹദീസും ഖുർആനും അതൊക്കെയും ഇജ്തിഹാദ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് അതിൽ നിന്നും മസ്അലകളെ കണ്ടെത്താൻ, ഇത് ചെയ്താൽ എന്താണ് വിധി, ഇത് ഉപേക്ഷിച്ചാൽ എന്താണ് വിധി, നിസ്കരിക്കാത്തവനിക്ക് എന്താണ് ശിക്ഷ, നിസ്കരിക്കാത്തവനിക്ക് ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷ എന്താണ്, നിസ്കരിക്കാത്തവനിക്ക് ദുനിയാവിലെ ഖാദി കൊടുക്കേണ്ട ശിക്ഷ എന്താണ് എന്നിങ്ങനെ തുടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീനിനെ പഠിക്കുക, അത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദൗത്യം. ഇതാണ് ഇസ്ലാം. അവിടേക്ക് ഇസ്ലാമിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. ഇനിയുള്ള ചോദ്യം, എപ്പോഴാണ് ഇസ്ലാം തുടങ്ങിയത്? ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? എപ്പോഴാണ് ഇസ്ലാം തുടങ്ങിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴാണോ ഇസ്ലാം തുടങ്ങിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചപ്പോഴാണോ ഇസ്ലാം തുടങ്ങിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല എന്ന് പലരും പറയുന്നത് കാണാം. അങ്ങനെ പറയാനുള്ള കാരണം, അങ്ങനെ അവർക്ക് തോന്നാനുള്ള കാരണം ഇസ്ലാമിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ തുടക്കം അവർ അറിഞ്ഞിട്ടില്ല. അവർ തെറ്റിദ്ധരിച്ചത് ഇസ്ലാമിന്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച 40ാമത്തെ വയസ്സ് മുതലാണ് ഇസ്ലാമിന്റെ തുടക്കം എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല എന്ന വാദത്തിലേക്ക് പല നിരീശ്വരവാദികൾ, അല്ല പല മുസ്ലിമീങ്ങൾ എന്ന നാമധാരികൾ വരെ ഇന്ന് പോകുന്നതിന്റെ കാരണം ഇസ്ലാമിന്റെ തുടക്കത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലായികത്തിനോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ് അല്ലാഹു. മലായികത്തിന്റെ ഡ്യൂട്ടി എന്താണ്? മലായികത്ത് അല്ലാഹുവിന് നിരന്തരമായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടികളാണ് അല്ലാഹുവിന്റെ മലായികത്ത്. അല്ലാഹുവിന് നിരന്തരമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. അവർക്ക് മഈശത്തിന്റെ വഴി നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അവർക്ക് മറ്റുള്ള പ്രാഥമികമായ ഒരു ആവശ്യങ്ങളും ഇല്ല. അവരുടെ ഡ്യൂട്ടി അല്ലാഹുവിന് നിരന്തരമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ മലായികത്തിനോട് അല്ലാഹു ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഒരു പകരക്കാരായ ചില ആളുകളെ, മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ പടക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്, അതായത് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ പടക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് മലായികത്തിനോട് ചോദിച്ചപ്പോൾ മലായികത്ത് ആ അഭിപ്രായത്തെ നിരസിക്കുകയാണ് ചെയ്തത്. വേണ്ട. എന്തിനാണ്?
അല്ലാഹു അങ്ങനെ പടക്കുന്നത്? ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഈ ഭൂമിയിൽ പരസ്പരം ഫസാദ് ഉണ്ടാക്കുന്ന, പരസ്പരം കൊല്ലുന്ന, പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന, പരസ്പരം കുറ്റം പറയുന്ന, പരസ്പരം തല്ലുണ്ടാക്കുന്ന ഒരു മനുഷ്യവർഗത്തെ എന്തിനാണ് അള്ളാഹു പടക്കുന്നത്? വയസ്ഫികു ദിമാ, പരസ്പരം ചോര ചിന്തുന്ന ഒരു വർഗത്തെ, പരസ്പരം മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്ന ഒരു വർഗത്തെ എന്തിനാണ് അള്ളാഹു പടക്കുന്നത്? നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങളില്ലേ, ഞങ്ങൾ നിരന്തരമായി നിനക്ക് ഇബാദത്ത് ചെയ്യുന്നില്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, ഞങ്ങൾ മറ്റുള്ള ഒരു ആവശ്യവും നോക്കുന്നില്ലല്ലോ. അല്ലാഹ് എന്ന ചിന്തയല്ലാതെ മറ്റൊന്നിലേക്കും നമ്മൾ തിരിയുന്നില്ല. ഇങ്ങനെയുള്ള നമ്മൾ നിനക്ക് ആരാധിക്കാനുണ്ടാകുമ്പോ പിന്നെ എന്തിനാണ് പരസ്പരം ചോര ചിന്തുന്ന ഒരു വർഗത്തെ നീ പടക്കുന്നത് എന്ന് അള്ളാഹുവിനോട് തിരിച്ച് മലായികത്ത് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത പല രഹസ്യങ്ങളും എനിക്കറിയാം. ആ മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത പല രഹസ്യങ്ങളും എനിക്കറിയാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യവർഗത്തെയാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നാടിന് നേതൃത്വം നൽകാനും ഇവിടെ ദർസ് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ സ്വലാത്ത് നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമ്മൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ. പറഞ്ഞു വന്നത്, മലായികത്ത് അങ്ങനെ തിരിച്ചു ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാമെന്ന് അല്ലാഹു മലായികത്തിനോട് തിരിച്ചു ചോദിച്ചു. എന്താണ് അതിന്റെ രഹസ്യം? ഒരു പക്ഷേ മലായികത്തിനേക്കാളും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം അള്ളാഹു മനുഷ്യർക്ക് കൊടുക്കും. മലായികത്തിന് വികാരങ്ങളില്ല, അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമില്ല, അവർക്ക് മറ്റൊന്നിനോടും താല്പര്യമുണ്ടാകേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷേ മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ സമൂഹത്തിൽ പല വിധത്തിലുള്ള വികാരങ്ങളും മനുഷ്യനെ പിടിച്ചടക്കിയേക്കാം, പല വിധത്തിലുള്ള പ്രകോപനങ്ങളും മനുഷ്യനെ പിടിച്ചടക്കിയേക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെയും വ്യതിചരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരാൾ ജീവിക്കുമ്പോൾ അള്ളാഹു ആ ഒരാൾക്ക് മലായികത്ത് ഒരുപക്ഷെ മലായികത്തിന് ഇല്ലാത്ത അത്രയും പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകും എന്നാണ് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ രഹസ്യം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരണം, എന്റെ ആഖിറം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വസിയത്ത് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരണം എന്ന് ഒരു സ്വഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വസിയത്താണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തത്. രണ്ട് കാര്യങ്ങൾ. ആ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നീ വീട്ടിലാണോ, പള്ളിയിലാണോ,
വഴിയിലാണോ, ആളുകളുടെ മധ്യത്തിലാണോ, അല്ലെങ്കിൽ ആളുകളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്താണോ, ഒറ്റക്കാണോ, ഒറ്റക്ക് 4 കമ്പൗണ്ടിന്റെ അകത്തുള്ള ഒരു മുറിയിലാണോ, എങ്ങനെയാണ് നീ ജീവിക്കുന്നതെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നിനക്ക് എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിയണം. ഒരു തെറ്റിലേക്ക് നിന്റെ മനസ്സ് തിരിയുമ്പോൾ എന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയിലേക്ക് പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു വരണം. ആ ഒരു വസിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആട്ടിടയന്റെ അരികിൽ കൂടെ നടന്നുപോയി. ഒരു ആട്ടിടയൻ ആടിനെ മേയ്ക്കുന്ന ഒരാൾ ഇങ്ങനെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പോയി ചോദിച്ചു, ഇതിൽ നിന്നും ഒരു ആടിനെ എനിക്ക് വിൽക്കാൻ പറ്റുമോ, എനിക്കൊരു ആട് തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ആടിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അയാളോട് ചോദിച്ചു, ഒരാടിനെ എനിക്ക് തരുമോ, എനിക്ക് വിൽക്കുമോ എന്ന്, ഞാൻ കുറച്ച് കാശ് തരാം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് എന്റെ ആടുകൾ അല്ല, ഇത് എന്റെ യജമാനന്റെ ആടുകളാണ്. ആ യജമാനൻ അറിയാതെ എന്റെ ഓണർ, എന്റെ മുതലാളി അറിയാതെ എനിക്കൊരിക്കലും ഈ ആടിനെ വിൽക്കാൻ പറ്റുകയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എപ്പോഴാണ് ഇനി യജമാനനെ കണ്ടുമുട്ടുക, എപ്പോഴാണ് നിങ്ങൾ ഇനി യജമാനനെ കണ്ടുമുട്ടുക? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇനി ഏകദേശം ഒരാഴ്ചയെങ്കിലും കഴിയും യജമാനനെ കണ്ടുമുട്ടാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞല്ലേ യജമാനനെ കണ്ടുമുട്ടുക? ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്നും ഒരു ആടി എനിക്ക് വിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് യജമാനനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആടിനെ ചെന്നായ പിടിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് ആ ആടിന്റെ ക്യാഷും ലാഭമായി എനിക്കൊരു ആടും കിട്ടി എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, ഓക്കെ, എനിക്ക് സമ്മതമാണ്, യജമാനൻ അറിയില്ല, ഒരാഴ്ച കഴിഞ്ഞ് യജമാനനെ കണ്ടുമുട്ടു, യജമാനൻ അറിയില്ല, യജമാനൻ അറിയാതെ ഞാൻ നിങ്ങൾക്ക് ആടിനെ തരാം, എനിക്ക് പൈസയും കിട്ടും, നിങ്ങൾക്ക് ആടും കിട്ടും. പക്ഷേ എന്റെ ഒരു ചോദ്യം, ഐനല്ലാഹ്, ഇതൊക്കെ ചെയ്യുമ്പോ അള്ളാഹു എവിടെയാണ്? അള്ളാഹു കണ്ടാലോ? അള്ളാഹുവിനോട് നാളെ ആഖിറത്തിൽ വെച്ച് ഞാൻ എന്ത് മറുപടി പറയും എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ആട്ടിടയനായ മനുഷ്യൻ ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. പിന്നെ ഓരോ നിമിഷം കടന്നു പോകുമ്പോഴും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വരുന്നത്, ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അള്ളാഹു എവിടെയാണ്? ഐനല്ലാഹ്, അള്ളാഹു എനിക്ക് കാണുന്നുണ്ടോ? അള്ളാഹു എന്നെ കാണുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തയിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത്. ആ ചിന്തയാണ് ഐനല്ലാഹ്, അള്ളാഹു എവിടെ എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വസിയത്ത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. രണ്ടാമത്തെ ഉപദേശം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്, പിന്നെ ജനങ്ങളോട് നല്ല സ്വഭാവം കൊണ്ട് നിങ്ങൾ പെരുമാറണം, ജനങ്ങളോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം. അള്ളാഹുവിനോട് തഖ്വ ചെയ്താൽ പോരാ, ജനങ്ങളോട് ഒരു മോശമായ പ്രവൃത്തി കാണിച്ച് ഞാൻ നല്ല ഒരു മനുഷ്യനാണ്, ഞാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, അള്ളാഹുവിനെ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്യുന്നവനാണ്, പക്ഷേ ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ജനങ്ങളോട് എപ്പോഴും മുഖം വീർപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത്, സലാം പറഞ്ഞാൽ മടക്കാൻ നേരമില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ കൂട്ടാക്കുന്നില്ല, ആളുകളെ കാണുന്ന സമയത്ത് സലാം പറയുന്നില്ല, ആളുകളെ കാണുന്ന സമയത്ത് പുഞ്ചിരി
പുഞ്ചിരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തബസ്സുമുക അലാ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു കൊടുക്കുന്ന ഒരു പുഞ്ചിരി പോലും സദഖയാണ്. ആ പുഞ്ചിരിക്കാൻ പോലും നമുക്ക് നേരമില്ലെങ്കിൽ ജനങ്ങളോടുള്ള ആ ഒരു ഉത്തരവാദിത്വം, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവം കൊണ്ട് ജനങ്ങളോട് പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത എന്ന ഒന്നാമത്തെ ഉപദേശം കൊണ്ട് ഒരു കാര്യവും ഇല്ല. രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് അല്ലാഹുവിനോടുള്ള കടമയും ജനങ്ങളോടുള്ള സ്വഭാവവും ഒരുപോലെ നന്നാക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വസിയത്തിനോട് നമ്മൾ നീതി പുലർത്തുന്നവരാകുന്നത്. അപ്പോഴാണ് ആഖിറത്തിൽ നമുക്ക് എന്തെങ്കിലും അല്ലാഹു ഗുണം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് നമുക്ക് ഉപദേശം നൽകും, നമുക്ക് സ്വലാത്തിന് നേതൃത്വം നൽകും, നമുക്ക് ദുആഇന് നൽകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദാണ്. മാത്രമല്ല ഒരു ദർസ് നടത്തുന്ന ഒരു മുദരിസ് കൂടിയാണ്. പല തങ്ങന്മാരും പിന്നെ ദർസിന്റെ മേഖലയിൽ പ്രവേശിക്കാതെ അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്ന രീതിയിൽ കേൾക്കാൻ ആഗ്രഹിക്കാതെ വെറും ഒരു തങ്ങൾ സ്റ്റേജിലേക്ക് പോയി തങ്ങൾ എന്ന ഒരു ടാഗ് ലൈനിൽ മാത്രം ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് പല സയ്യിദന്മാരും പല തങ്ങന്മാരും. പക്ഷേ നമ്മുടെ തങ്ങൾ ഉസ്താദിന് പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണ്, തങ്ങൾ എന്ന് വിളിക്കുന്നതിന് പകരം ഉസ്താദ് എന്ന് വിളിക്കുന്നതാണ് തങ്ങൾ ഉസ്താദിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മളൊക്കെ വിളിക്കുന്ന സമയത്ത് തങ്ങൾ എന്ന് വിളിക്കുന്നതിനേക്കാളും ഒരു തങ്ങൾ എന്ന് ഒതുക്കുന്നതിനേക്കാളും ഒരു ഉസ്താദ് എന്ന് വിളിക്കുന്നതാണ് നമുക്ക് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തങ്ങൾ ദർസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ദർസ് നടത്താനുള്ള തൗഫീഖ് തങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഈ നാട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദർസും തങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്വലാത്തും തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ ഒരു നേതൃത്വവും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വലാത്തിന് ഒരുപാട് പുറത്തുള്ള ആളുകളും വരുന്നുണ്ട്. ബക്കറ്റ് നിങ്ങളുടെ അടുത്തേക്കും പെണ്ണുങ്ങളുടെ അടുത്തേക്കും ഒക്കെ ബക്കറ്റ് വരുന്നുണ്ട്. സ്വലാത്തിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. നിങ്ങളൊക്കെ നല്ല അകമഴിഞ്ഞ് സഹായിക്കണം. സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു തിരിച്ചും സഹായിക്കുമാറാവട്ടെ. ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവരുകളെ നമുക്ക് ഉപദേശിക്കാൻ വേണ്ടിയും ദുആഇന് വേണ്ടിയും സ്വലാത്തിന് വേണ്ടിയും ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.